സ്വന്തം അമ്മയുടെ അടുത്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടാത്തതിന്റെ അതുകൊണ്ടാണല്ലോടാ മൈര നീ ഇങ്ങനെ വന്ന് മൊബൈലും തൊലിച്ചു വെച്ചിരുന്ന് പറയുന്നേ. എടാ മൈര, ദാമ്പത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികത മാത്രമല്ലടാ, കള്ള മൈര, കാട്ടു മൈര. അത് ശരി. വിക്കി തഗ് ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസസ് പ്രശേഷ്. വിക്കി തഗ് എല്ലാവരും റോസ്റ്റ് ചെയ്തോണ്ടിരിക്കണേ വച്ചിരല്ലേ, ഏർഗേഷ വച്ചിരാണ്. അപ്പോൾ വിക്കി തഗ് പ്രശ്നേഷിനെ റിയാക്ട് ചെയ്തത് പ്രശ്നേഷ് തിരിച്ചണ്ട് റെസ്പോണ്ട് ചെയ്യാണ്, റിയാക്ട് ചെയ്യാണ്. അതാണ് സംഭവം. പ്രശ്നേഷ് നല്ല തെറി വിളിക്കണ്ടിട്ട് അരുത് പ്രശ്നേഷ് വെച്ചാൽ അരുത് എന്നുള്ള രീതിയിൽ വൈഫ് വായൊക്കെ മൊത്തമുണ്ട്. നോക്കാം നമുക്ക്. എന്നെ മൈരെന്ന് വിളിക്കുമ്പോ എനിക്ക് തിരിച്ച് മൈരെന്ന് വിളിക്കാം, ഒരു കുഴപ്പമില്ല. അത് വിളിക്കേണ്ടത് തന്നെ. അയാൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളോട് ഉത്തരം പറയുമ്പോ എന്റെ സ്റ്റാൻഡേർഡ് കാണിക്കാൻ ഞാൻ മഹത് വ്യക്തിയായിട്ടൊന്നും കാര്യമില്ല മോളെ, അത് നീ മനസ്സിലാക്കുക. ഞാൻ ലോകത്തിലുള്ള ചുറ്റുമുള്ള ആളുകളോടല്ല ഞാൻ ഈ വർത്തമാനം പറയുന്നത്. എന്നെ മറ്റേത് പറയുമ്പോ തേർഡ് റേറ്റ് ആയിക്കോട്ടെ, ഫോർത്ത് റേറ്റ് ആയിക്കോട്ടെ, എനിക്ക് വിഷയമുള്ള കാര്യമല്ല. ഞാൻ അയാളുടെ ലെവലിലോട്ട് പോവുകയോ അയാളുടെ ലൈഫിൽ കയറിയിട്ട് കൊണയടിക്കുകയോ അല്ല ചെയ്യുന്നത്. ഞാൻ ഇയാൾ എന്തൊക്കെ കൊണ പറയുമ്പോഴത്തേക്കും ഒരു കൊണയെ എന്തൊക്കെ പറയേണ്ട മൈര് എന്ന് ഞാൻ അങ്ങോട്ട് പറയുകയാണ്. അതിനകത്ത് വേറെ വിഷയമുള്ള കാര്യമൊന്നുമില്ല. പച്ചവീട് പ്രശ്നേഷ് നമ്മുടെ വിക്കി തഗ്. ഓക്കെ, ഞാൻ ഈ അടുത്ത സമയത്ത് വിക്കിയുടെ ഒരു വീട് കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ചില കാര്യങ്ങളൊക്കെ പറയേണ്ടടുത്ത് പുള്ളി പറയുമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ അടുത്തൊരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് എറണാകുളത്ത് കുറച്ച് പെൺകുട്ടികളും കുറച്ച് ആൺകുട്ടികളൊക്കെ രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഇപ്പോൾ കുറേ ഒരു മീഡിയക്കാരൻ വന്നിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ താഴെ വന്നിട്ട് ആ മീഡിയക്കാരൻ ഒരുപാട് തെറിയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഈ വിക്കി. ഓക്കെ, ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് ചിലപ്പോൾ വിക്കിക്ക് സപ്പോർട്ട് ചെയ്യായിരിക്കും. ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു പെങ്ങന്മാരോ അല്ലെങ്കിൽ അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാവുന്നവർക്ക് അത് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ പെൺകുട്ടികളെയൊക്കെ പഠിക്കാൻ വിടുകയൊക്കെ ചെയ്യും. പഠിക്കാൻ വിട്ട് കഴിയുമ്പോൾ അവർ പോലും ഇങ്ങനെ രാത്രി തോന്നിയ പോലെ നടക്കുകയും ഈ വിഷയം ഒക്കെ നടക്കുന്നവന്മാരുടെ കൂടെ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം അതിനൊക്കെ എതിർത്ത് സംസാരിക്കാൻ ആ ഒരു മീഡിയക്കാരൻ അന്ന് അത് കറക്റ്റ് ഒരു മെസ്സേജ് അത് കൊടുത്തത്. അതിന്റെ താഴെ വന്നിട്ട് അയാൾക്കെതിരെ പൂരത്തെറിവിളി. അപ്പൊ ഈ പറയുന്ന ഇപ്പോഴത്തെ യൂത്ത് പിള്ളേരൊക്കെ വന്നിട്ട് ഈ പറയുന്ന വിക്കി അണ്ണം പൂളിയാണ്, അണ്ണം തൈരാണ്, അണ്ണം ചക്കക്കുരുവാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒന്നുമില്ല. കാരണം ഇപ്പോഴത്തെ ഈ 2K കിഡ്സിലെ ഒരുപാട് നല്ല പിള്ളേരുണ്ട്. ചില ടീംസുകൾ അവന്മാർക്കൊക്കെ സിറ്റുവേഷൻഷിപ്പിലോട്ട് പോകുന്നത്, അത് പെണ്ണാണെങ്കിലും ആണായാലും ഇവരൊക്കെ ഒരു ലൈഫിലോട്ട് മുന്നിട്ട് വരുമ്പോഴേ ഇതൊക്കെ പഠിക്കത്തുള്ളൂ. നാളെ ഒരു കുട്ടികളും ആ കുട്ടികൾ ഇതുപോലൊക്കെ ഒന്ന് നടക്കുമ്പോഴേ ഇവന്മാർ ചേട്ടാ വിഷയം മാറിപ്പോണുണ്ടോ പഠിക്കത്തുള്ളൂ. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറഞ്ഞാൽ വിക്കിക്ക് പല കാര്യങ്ങളും പറയാൻ ഒരു യോഗ്യതയില്ല. സീരിയസ്ലി പറഞ്ഞാൽ ഞാൻ റിയാക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ വിക്കി ചെയ്യുന്ന ചില കാര്യങ്ങളോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. അതെനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഉള്ള കാര്യം തുറന്നു പറയണല്ലോ. ഞാൻ അദ്ദേഹത്തിനെതിരെ മോശമായിട്ടല്ല ആ ഒരു വിഷയം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ പച്ചവീടിന്റെ വിഷയത്തില വിക്കിയുടെ ഓരോ സംസാരത്തിനും ഈ പറയുന്ന പ്രജ്ഞേഷ് മറുപടി കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന പ്രശ്നേഷനെ സപ്പോർട്ട് ചെയ്യാനൊന്നുമല്ല ഞാൻ പറയുന്നത്. സ്വന്തം അമ്മയും പെങ്ങളെയും ഇപ്പൊ ഈ പെങ്ങൾ എത്ര ദ്രോഹം ചെയ്തെന്ന് പറഞ്ഞാലാണെങ്കിൽ പോലും അവൾ കണ്ടവന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റാണ് നെറ്റാണ്, മറിച്ചാണ്, മാടയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു യോഗ്യതയില്ലാത്തവരെ ഞാൻ പറയത്തുള്ളൂ ഈ ഒരു വ്യക്തിനെ, ഈ പ്രശ്നേഷനെ. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് അവർ വീഡിയോയിലോട്ട് പോകാം. എന്തായാലും ഈ പ്രശ്നേഷിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ എനിക്ക് ഈ ഒരു വീഡിയോ ആണ്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ആ വീഡിയോന് താഴെ കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രശ്നേഷിൻ്റെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഈ വീഡിയോ മാത്രം ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്കും ഇഷ്ടമായിട്ടാ, രസമുണ്ട്. പറഞ്ഞെന്താന്ന് വെച്ചാൽ എല്ലാവരും എന്നെ വിട്ട് ജീവിക്കുന്നില്ല. ഇനി ഇവന്മാരെ ഞാൻ വിട്ട് ജീവിക്കട്ടെ എന്ന് ഞാൻ തുടങ്ങിയേ. പക്ഷെ ഈ വിക്കിക്ക് കൊടുത്തതിന്റെ മറുപടി ഇനി നമുക്കൊക്കെ എന്തെങ്കിലും പേടിക്കണ്ട. നമ്മളൊന്നും വരുത്തൊന്നുമില്ല. അത്യാവശ്യം ഫേമായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇവർ റിയാക്ട് ചെയ്യത്തുള്ളൂ. അവൻ അങ്ങനെ ഒരു ഇതുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്ന കാണാൻ പോവാണ്. ഇത്രയും ദിവസം എനിക്ക് ഇതുപോലത്തെ ഒരെണ്ണന്മാരുടെയും വീഡിയോസ് കാണാനോ റിയാക്ട് ചെയ്യാനോ സമയമില്ലായിരുന്നു. അതിനൊരു മാനസികാവസ്ഥയല്ലായിരുന്നു. ഇപ്പൊ എന്തായാലും കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് എന്നെ മുതലാക്കിയിട്ടുള്ള അണ്ണന്മാരുടെ കണ്ടന്റിനെ ഞാൻ മുതലാക്കാൻ പോവാണ്. സിമ്പിൾ ആയിട്ട് അവന്മാര് ചെയ്ത അവന്മാർക്ക് പൈസ കിട്ടാൻ വേണ്ടിട്ട് ഞാനും അപ്പൊ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൈസയും കിട്ടും, തിരിച്ചു കൊടുക്കാനുള്ള മറുപടിയും പറയാൻ പറ്റും. അങ്ങനെ അവന്മാര് മാത്രം ആരെങ്കിലും ഒക്കെ ലൈഫിൽ കയറിയിട്ട് ഇങ്ങനെ കൊണയടിച്ച് പൈസ ഉണ്ടാക്കി മാത്രം പോരല്ലോ. ഈ ഉപദ്രവിക്കപ്പെടുന്നവനും തിരിച്ച് മറുപടികൾ പറയാനുണ്ടാവുമല്ലോ. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം. നീ ട്രിഗർ ആകരുത്, ഞാൻ ട്രിഗർ ആവുന്നില്ല. പിന്നെ നമുക്ക് ദേഷ്യം വരുന്നത് നമുക്ക് മറുപടിയായിട്ട് പറയാം, അത്രയുള്ള കാര്യം. അല്ലാതെ നമ്മളിത് നമ്മുടെ ഉള്ളിലോട്ട് എടുക്കരുത്. കാരണം യുവമാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, എന്തൊക്കെ പറയുന്നത്, അതാണ് എഡ്യൂക്കേഷൻ്റെ ഒരു ഇതിൻ്റെ ക്വാളിറ്റിയുടെ. അത് ഇവർ പറഞ്ഞിട്ടുണ്ടോ, ഇതിനൊന്നും ഉള്ളിക്കെടുക്കരുത്,
പേഴ്സണലായിട്ട് ഇത് എടുക്കരുത്. ഇത് അവന്മാർ പലതും ചെയ്തൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ബുള്ളിങ് ഒക്കെ വന്നിട്ട് പലരെ ആത്മഹത്യ ചെയ്യും, പലരെ ഡിപ്രഷനിലേക്ക് എത്തുകയൊക്കെ ചെയ്യണം. അങ്ങനെ കുറേ സംഗതികളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കലുണ്ട്. അപ്പോൾ രേണുസുതി ആയിക്കോട്ടെ, നമ്മൾ ഇവരെന്ന് മുഴുവനായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക അങ്ങനെയല്ല കേട്ടോ. രേണുസുതി ആയിക്കോട്ടെ, ഇപ്പോൾ പ്രശ്നേഷ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ ഇത്രയും ബുള്ളിങ് നേരിടുന്ന ആളുകളുണ്ടല്ലോ. അവരൊരു മാനസികാവസ്ഥ എന്തായിരിക്കും ഊഹിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിലൊക്കെ ഒരു മാതൃക കേട്ടോ മൂപ്പര്. ആ രേണുസുതിയുടെ കാര്യത്തിൽ എനിക്കൊക്കെ പലപ്പോഴും ഭയങ്കരമായിട്ട് കയ്യടിക്കാൻ തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. അവരിപ്പോഴും അത് പിടിച്ച് കിട്ടും അടിപൊളിയായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് അല്ലേ. പടാ പുല്ലികളെ ലെവലിൽ ഈ പ്രശ്നേഷ് പറയുന്നുണ്ടോ വൈഫിനോട് ആരെയൊക്കെ ലൈഫിൽ കയറിയിട്ട് അവന്മാർക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം പോലും കാണൂല. അവന്മാർ ജസ്റ്റ് ആൾക്കാരെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാരുടെ വ്യൂസ് എടുത്തുകൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം. കുറച്ച് പൈസ എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ ഉണ്ടാക്കണം. നീ ഇവിടെ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞതിന്റെ കാര്യത്തിന് അവിടെ മറുപടി വന്നത് അവിടെ അമ്മയുടെയൊക്കെ കാര്യം എടുത്തിട്ട് വേറെ ആരും ഒന്നുമല്ല. അമ്മ മാനാണ്, തൈരാണ്, തേനാണ്, ചക്കരയാണെന്ന് പറഞ്ഞാണത് നീ തന്നെ, ആ വ്യക്തിയായ നീ തന്നെയാണ് വന്നിട്ട് ഈ പറയുന്ന അമ്മയെ കുറ്റവും പറയുകയും ചെയ്തത്. എന്തായാലും ഈ നിയമത്തിനൊന്നും പറയുന്നില്ല, റിയാക്ഷൻസ് വീഡിയോ ചെയ്യരുതെന്നും ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്റെ പൊന്നിന് പച്ചവീടായി ഉള്ള കാര്യം തുറന്നു പറയാം. നീ ഈ മാതിരി വർത്തനം പറയുന്നതോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം തേജെന്നുള്ളൊരു പാവം. അത് അത്ര നല്ലതല്ല. നീ കുറച്ചും കൂടെ കുറഞ്ഞ് സംസാരിക്കും. വൃത്തിയാക്കി സമൂഹ ജനങ്ങളിൽ നിന്നും അപരാധങ്ങൾ മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രസ്റ്റേഷ് മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കെ എന്താണ് പ്രസ്റ്റേഷിന്റെ കുടുംബത്തിൽ സംഭവിച്ചത്? എന്നെ ഇത്രയും നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. അപ്പൊ അണ്ണനെ കുറിച്ച് ഞാൻ ചോദിച്ചോട്ടെ. MDMA-യും ഏതാണ്ട് ആയുധമൊക്കെ കയ്യിൽ വെച്ചതിന് പോലീസ് അറസ്റ്റിലാക്കി കുറച്ചാൾ ഉണ്ട് വന്നിട്ട് ഇങ്ങനെ മറ്റവനെ കൊണ്ടടിക്കുമ്പോ അവനവന് എന്ത് അർഹതയുണ്ട്, അവനവന് എന്താണ് ക്വാളിഫിക്കേഷൻ കൂടെ ഒന്ന് ആലോചിക്കണം. അല്ലാതെ കണ്ടവനെ മാത്രം മറ്റേ കൊണാധികാരം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു മറുപടി ഉണ്ടല്ലോ ശരിക്കും വിക്കി തഗിൻ്റെ എന്താ പറയുക വണ്ടക്കിട്ട് ചെറിയൊരു കൊട്ടായിരുന്നത്. പക്ഷെ എൻ്റെ ഒരു ഡൗട്ട് ഇത് കണ്ടപ്പോൾ ഡൗട്ട് എന്താ വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞില്ലേ വിക്കി തഗിന് എന്ത് യോഗ്യതയാണുള്ളത് പ്രശ്നേഷിനെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാനുള്ളൊരു സംഗതി, ഇങ്ങനെ പറയാനുള്ളൊരു യോഗ്യത തന്നെ. പക്ഷേ എൻ്റെ ഒരു കാര്യമുണ്ട്, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ റോസ്റ്റിംഗ് വീഡിയോസ് ചെയ്യുന്ന ആളുകൾ, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളൊക്കെ അത്രയും ഹരിശ്ചന്ദ്രന്മാരും അടിപൊളി മാന്യന്മാരും ഒക്കെ അവിടെ ഉണ്ട്. റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വിഷയത്തെ ആളുകൾ റിയാക്ട് ചെയ്യിടും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ അവർ ആ കാര്യത്തിൽ പെർഫെക്റ്റ് ആവണമെന്നുണ്ടോ? ഇക്കോ തന്നെ അതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനുള്ള സാധനമാണ് റിയാക്ഷൻ വീഡിയോസ്. ആണ് എനിക്കോ അതിൽ ചിലവർ എൻ്റർടൈൻമെൻറ്റ് ആവില്ല, മനഃപൂർവ്വം ചെളി വാരിത്തേക്കാനൊക്കെ. ചില ആൾക്കാർ ഞാൻ കറക്റ്റാണ് നീ മോശമാണ് അതുകൊണ്ട് നിൻ്റെ മോശം പരിപാടികൾ ഞാൻ പുറത്തിട്ട് കാണിക്കണമെന്ന രീതിയിൽ അങ്ങനെ ചെയ്യുന്ന ടീംസ് ആയിരിക്കും. എന്താ നിങ്ങൾക്ക് എന്താ കേസ് തോന്നുന്നത്? ഞാൻ ഈ റിയാക്ഷൻ വീഡിയോയിൽ കാണുന്നതെന്ന് വെച്ചാൽ ഈ ആരാണോ അത് റിയാക്ട് ചെയ്യണത് അവർ ഈ കാര്യം ചെയ്യാണ്ടിരിക്കണ്ടോ അല്ലെങ്കിൽ അവർ പെർഫെക്റ്റ് ആണോ, ഞാൻ അങ്ങനെ നോക്കിയിട്ടല്ല ഞാൻ റിയാക്ഷൻ വീഡിയോസ് കാണല്ലേ. രസം അവനവന്റെ ഒരു ക്വാളിഫിക്കേഷൻ കൂടെ നോക്കിയിട്ട് മാത്രം കൊണകൾ അടിക്കുക. സത്യം പറയാലോ, ഇവന് കയ്യടി കൊടുക്കേണ്ട ഒരു കേസ് കേട്ടാ. എനിക്ക് ഒരു കാര്യം പറഞ്ഞു തരില്ല. കാരണം ഈ പറഞ്ഞ ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഓരോ തോന്നിയവാസം കാണിച്ച് നടക്കുന്ന ഇവന് ഒരു യോഗ്യതയില്ല സത്യം പറഞ്ഞ ഇത് പറയാനാണ്. കാരണം അതുപോലെ ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പം ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ താഴെ വന്ന് നോക്കിയാൽ മതി. എന്നെ വിളിക്കുന്ന തന്തയ്ക്ക് വിളിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ പറയുന്ന വ്യക്തി എന്താണ്. കാരണം ഇപ്പോഴത്തെ യൂത്ത് പിള്ളേരെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് യോജിപ്പില്ല, ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഞാനാണ് എല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവത്തിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരുത്തനായിട്ട് എനിക്ക് വിക്കിൻ്റെ കാര്യത്തിൽ തുറന്നു പറയാൻ പറ്റത്തുള്ളൂ. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലോട്ട് പോകാം. ഇതിൽ വേറെ കാര്യം എടുത്തു പറയുകയൊക്കെ വന്നത് വിക്കി വേറെ യൂണിവേഴ്സിലും ഇവിടെ രോഹിത് പ്രശ്നേഷ് എന്ന് വിളിക്കണ രോഹിത് വേറെ യൂണിവേഴ്സിലാണ്. പ്രശ്നേഷ് എന്ന് പറഞ്ഞാൽ നല്ല എഡ്യൂക്കേഷൻ പ്രാധാന്യം എടുക്കുന്ന, ഒറിജിനൽ തിങ്കിങ്ങിന് പ്രാധാന്യം എടുക്കുന്ന, ഒരുപാട് കഷ്ടപ്പെട്ട് വന്നിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് കുറച്ച് ലൈഫിൽ കാണുന്ന കാര്യമായിട്ട് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. വിക്കിത്തൊക്കെ അങ്ങനെയല്ല, ഒരു തഗ് അടിച്ചു പൊളിക്കുക, റോസ്റ്റ് ചെയ്യുക, ആ ഒരു സാറോട് ഒരു ഹിസ്റ്ററിയൊക്കെ നോക്കുമ്പോൾ വേറെ ലെവലിലാണ്. കുറച്ച് കേസുകളും അത് ഇത് പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ ഞാനതിന് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടൊക്കെ എന്ന് വെച്ചാൽ പ്രസ്റ്റേഷിൻ്റെ തെറി വിളിച്ചിട്ട് മാറ്റാൻ അത് ഇത് വാ പൂ താന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ഇവ തിരിച്ച് അതേപോലെ തെറി വിളിക്കുന്നുണ്ട്. Camping with the broomstick in my hand in order to clean the terrace area of English. ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്കും കുറെ ആൾക്കാർക്ക് കൊള്ളുമെന്നും പുള്ളിക്കാരൻ വായും കുറച്ചായിരിക്കും. അല്ല പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അറിയാത്തില്ലെന്ന് തോന്നുന്നു. കാരണം അത് അറിയാത്ത
ഭാഷ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ ഇതിൽ ഈ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു സംഗതി ഉണ്ട് കേട്ടോ. അത് അതിൻ്റെ താഴെ വന്നുള്ള ഒരു കമൻറ്റ് ഇങ്ങനെയാണ്. അതായത് ബ്രോ, നിങ്ങൾ ഒരാൾ സംസാരിക്കണതിൻ്റെ ബാക്കി ഒരു സെൻറ്റൻസിൻ്റെ ബാക്കി മറ്റാൾ വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ നല്ലൊരു കെമിസ്ട്രി ഉണ്ട്, ബാക്കിയുള്ളവർ എന്തോ പറയട്ടത്. എനിക്ക് ചോദിക്കലുണ്ട്, നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ അയ്യോ കണ്ണു വെക്കട് അല്ലേ. നമ്മളിങ്ങനെ പറയില്ലേ ചക്കിക്കൊത്ത ചക്കര ഇതൊക്കെ പറയണ പോലെ ഇവർ ഭയങ്കര സെറ്റാണ്. അപ്പോൾ എന്ത് അങ്ങനെ കാണാൻ ഇടവരുത്തട്ടെ. അത് ഇപ്പോൾ ആൾക്കാർ എത്ര ട്രോൾ ചെയ്യാലും ആൾക്കാർ മൊത്തം അവർ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മേനെയും അനിയത്തിനെ കുറ്റം പറഞ്ഞ സമയത്തൊക്കെ അല്ലേ ഒരുപാട് ആൾക്കാർ ഇവർ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്ത സമയത്ത് എല്ലാവരും എതിരായിരുന്നു. അപ്പോൾ അല്ലെ പൊതുവേ. അപ്പോൾ ആ സമയത്ത് വൈഫ് കൂടെയൊക്കെ ഇവർ അപ്പോഴും ഭയങ്കര സെറ്റായിട്ട് സിങ്കാണ്. അത് കുറേ വർഷമായിട്ട് പരിചയമുണ്ട്. അതിൻ്റെ ഒരു ഇതും കൂടി ആയിരിക്കാം മേ ബി അല്ലേ. ആ ചൊറിച്ചിലാണ് തോന്നുന്നു ഇതിപ്പോ ഇവിടെ നടക്കുന്നത്. എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ മാസമായിട്ട് എതിർക്കാൻ കുറെ മണ്ടന്മാരല്ല ഈ വാളികളെന്ന് പറയണം. അതായത് കുറെ കൊച്ചുവാളുകളുണ്ട്. ഇവന്മാരാണ് ഇവനെയൊക്കെ വലിയ ആളാക്കുന്നത്. അതെന്തോ പറയാനാ. അല്ലെങ്കിൽ എംഗമ്യം കഞ്ചാവൊക്കെ യൂസ് ചെയ്യുന്നവരാണല്ലോ ഹീറോസ്. ബാക്കിയുള്ള അധ്വാനിച്ച് ജീവിക്കുന്നവരും സ്വന്തമായിട്ട് വിനോദം പേരുണ്ടാക്കി എടുക്കുന്നവരും ഈ സമൂഹത്തിൽ ആന്റി സോഷ്യലായിട്ടാണ് പറഞ്ഞത്. ഈ കാര്യമുണ്ട് കേട്ടോ. ഈ പറയുന്ന മാസ് 5 ആൾക്കാർ മുമ്പ് വെച്ച് ഞാൻ അവനെ അടിക്കും, ഞാൻ ഇവനെ അടിക്കും, അല്ലെങ്കിൽ കൂടുതൽ സാധനം അടിച്ചു കയറ്റുന്നതും 5-6 ബിയറൊക്കെ കിട്ടുന്ന ഒറ്റയടിക്ക് അടിച്ചു കയറ്റുന്നവന്മാരൊക്കെയാണ് വലിയത്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നവന്മാരൊക്കെയാണ് ഇവിടുത്തെ മാസ് വലിയ സംഭവം വരുത്തുന്ന ഒരു തലമുറ. ഇപ്പം നമ്മുടെ കുറേയൊക്കെ മാറാൻ ചെയ്തുണ്ട്. നമ്മുടെ പ്രായത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ എന്താ പറയണ്ടേ കറാമ്പറപ്പുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുടി വലിയ അതൊന്നുമില്ല, അങ്ങനെ ഇടി നല്ല രീതി കൊടുക്കുമായിരുന്നു ഒരു സമയത്തൊക്കെ. പക്ഷെ ഇപ്പം എങ്ങനെയായാലും അതൊക്കെ കഴിഞ്ഞിട്ട് 7-8 വർഷമായി കാണും. ഇപ്പം എല്ലാം ഒതുങ്ങിക്കൂടി പോകുമ്പോൾ പണ്ടത്തെ കണക്കൊക്കെ പൊക്കിക്കൊണ്ട് ചിലവന്മാർ വരും. ഇനിയിപ്പോൾ 2Kയിലെ കുറെ പഴയ ടീംസൊക്കെ പറഞ്ഞ് ഇരുവേറ്റി കൊടുക്കത്തില്ലേ, അങ്ങനെ കുറെ വാളി പിള്ളേരൊക്കെ വരുന്നത് കേൾക്കാം. നമ്മൾ പിന്നെ മൈൻഡ് ചെയ്യാറില്ല. നമ്മളിപ്പോൾ നമ്മുടെ കാര്യം നോക്കി ഇങ്ങനെ പോവാണ്. പിന്നെ ചൊറിയും വന്ന് കഴിഞ്ഞാൽ കാണുവാൻ ഒന്നും പറയുന്നില്ല, ബാക്കി വെക്കാം. What's the best time for a beach cleanup? Both morning and evening time are the best. Yeah, totally. നല്ല വളിച്ച കോമഡി. നീയൊക്കെ പോയിട്ട് ബീച്ച് ക്ലീനപ്പിന് പോകുമ്പോൾ നിന്നെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ അടിക്കണം എന്നുള്ളത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നമ്മൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെയും വൈകുന്നേരങ്ങളിലാണ് ക്ലീനപ്പിന് ബെസ്റ്റ് ആയിട്ടുള്ള ടൈമായിട്ട് നമ്മുടെ എക്സ്പീരിയൻസിങ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ അല്ല കേസ്. അപ്പോൾ ഇങ്ങനെയാണ് സംഗതി പോണത്. എന്തായാലും മൂപ്പര് വളരെ ലോജിക്ക് ഉപയോഗിച്ചാണ് പ്രശ്നേഷ് രോഹിത് ഇതിലൊക്കെ മറുപടി എടുക്കുന്നത്. വിക്കത്തൊക്കെ പറഞ്ഞാൽ അപ്പോഴത്തെ ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ സ്വാഭാവികമായ രീതിയിലുള്ള അവൻ്റെ അതെന്ത് തേങ്ങയാണ്, ഇതെന്ത് സായവിളിത്തരാണ്, അങ്ങനെ ഈ ഒരു സാധനമാണ് അവൻ്റെ ഒരു ശൈലി. ഓരോരുത്തർക്കും ഓരോ ശൈലികൾ. എന്തായാലും പ്രശ്നേഷ് ഈ റിയാക്ട് ചെയ്തൊരു സംഗതി ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അതായത് നമ്മളെക്കുറിച്ച് ആൾക്കാരെ എന്തെങ്കിലും പറയുമ്പോൾ പ്രതികരിക്കുക എന്ന് പറയുന്നത് നല്ല പരിപാടി അത് അല്ലേ. ചിലത് നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ടത് വരും, നെഗ്ലക്റ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും പ്രശ്നേഷ് നല്ല എഡ്യൂക്കേറ്റഡ് ആയ ഫ്രീ തിങ്കിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന ബ്രെയിൻ ഉപയോഗിക്കുന്ന ഒരാളാണ് അല്ലേ. ഇപ്പോൾ മൂപ്പര് ഇപ്പോഴത്തെ കോൺട്രവേഴ്സികൾ ഇതൊക്കെ മാറിയിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി ഉഷാറായിട്ട് അടിപൊളിയായിട്ട് വരല്ലേ പറഞ്ഞു. കാരണം മൂപ്പര് നമുക്ക് സമൂഹത്തിൽ ആവശ്യമുണ്ട്, കാര്യമായി ആവശ്യമുണ്ട്. ബാക്കിയുള്ളവർ ആവശ്യം ഇല്ലാതല്ല കേട്ടോ, മൂപ്പര് ആവശ്യമുണ്ട്. മൂപ്പര് നമുക്കൊക്കെ ഒഴിവാക്കാൻ പറ്റൂല അല്ലേ. നോക്കാം നമുക്ക്. ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. വേറെ വീഡിയോയിൽ വേറെ എന്തെങ്കിലും അണുഗുണപ്പം വിഷയമായിട്ട് നമുക്ക് വരും. അതുവരേക്കും